ഡിവാൾട്ട് 801 മോഡൽ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ സർവീസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് റണ്ണിങ്ങിൽ സൗണ്ടാണ്. ഇത് ബെയറിംഗ് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ബെയറിംഗ് കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ ചെക്ക് ചെയ്യുന്നത് വെറുതെ ഓട്ടിച്ച് നോക്കിയാലും മതിയാവും. സൗണ്ട് വ്യത്യാസം ഉണ്ടാവും. ബെയറിംഗ് കംപ്ലൈൻ്റ് ആണെങ്കിൽ സൗണ്ട് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഞാൻ ചെയ്യുന്നത് ടെസ്റ്റ് ലാമ്പിൽ കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്യും. ഓൺ ചെയ്യുമ്പോൾ ബെയറിംഗ് കംപ്ലൈൻ്റ് ആണെങ്കിൽ, ബെയറിംഗ് കംപ്ലൈൻറ്റ് നല്ല കംപ്ലൈൻ്റ് ആണെങ്കിൽ അകത്ത് മിക്കവാറും വരുന്നതൊക്കെ ബെയറിങ്ങിൻ്റെ പീസായിട്ട് പൊട്ടിയാണ് വരുന്നത്. എൻ്റെ ബോളെല്ലാം ഇളകിപ്പോയ അവസ്ഥയിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതേ അവസ്ഥയിൽ ഓട്ടിക്കുന്നത് നല്ലതല്ല, ആർമേച്ചർ പിടിച്ചോടും. അപ്പോൾ ഞാൻ ഇത് ഓൺ ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷനും ഒരു ഹമ്മിങ് സൗണ്ടും, അത് സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് അത് വെച്ച് തന്നെ മനസ്സിലാക്കാൻ കഴിയും കൺഫേമായിട്ട് ഇത് ബെയറിംഗ് ആണ് പോയതെന്നുള്ളത്. അപ്പോൾ അത് കൺഫേം ചെയ്തതിന് ശേഷം തുറന്ന് നോക്കും. അപ്പോൾ ഇതിപ്പോൾ അതേ ഹമ്മിങ്ങും വൈബ്രേഷനും ഫീൽ ചെയ്യുന്നുണ്ട് ടെസ്റ്റ് ലാമ്പിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ. അപ്പോൾ ഇനി അത് അഴിച്ചു നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യം കാർബൺ അഴിച്ചു മാറ്റണം. ഈ മോഡലല്ല, ഏത് മെഷീനായാലും കാർബൺ ആദ്യം അഴിച്ചാലേ ആർമേച്ചർ ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഈ ഫ്രണ്ടിലെ ബെയറിംഗ് നോക്കണം. ഇത് ഇങ്ങനെ മുമ്പോട്ടും ബാക്കിലോട്ടും ഷേക്ക് ചെയ്ത് നോക്കുമ്പോൾ ഷേക്ക് ഉണ്ടോ നോക്കണം. അപ്പോൾ ഈ സൈഡിലെ ബെയറിങ്ങിന് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ള അറിയാം. ഇതിനകത്ത് ഈ ഗിയർ ബോക്സിനകത്ത് വരുന്ന ഈ ബ്ലേഡ് ടൈറ്റ് ചെയ്യുന്ന ഷാഫ്റ്റിലെ ബെയറിങ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇത് ഷേക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ ഷേക്കൊന്നുമില്ല, അപ്പോൾ ആ ബെയറിങ് കംപ്ലൈൻറ്റ് ഇല്ല. അപ്പോൾ ഇതിൽ ആർമേച്ചറിലുള്ള ബെയറിംഗ് ആയിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ ആർമേച്ചറിലുള്ള ബെയറിംഗ് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നേരത്തെ ടെസ്റ്റ് ചെയ്തതുപോലെ ടെസ്റ്റ് ലാമ്പ് വെച്ച് വൈബ്രേഷനും ചെറിയൊരു ഹമ്മിങ് സൗണ്ടും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇതിൽ ഫ്രണ്ടിലെ ബെയറിംഗ് പോയി കഴിഞ്ഞാൽ അതറിയാൻ പറ്റില്ല. അത് നമ്മളിത് ഷേക്ക് ചെയ്ത് തന്നെ നോക്കണം. അതുപോലെ ആദ്യമായിട്ട് അഴിക്കുന്നവരാണെങ്കിൽ സൈഡ് നോക്കിക്കൊള്ളണം. ഈ കേബിള് റൈറ്റ് സൈഡാണ് വരുന്നത്. ഇതുപോലെ കമത്തി വയ്ക്കുമ്പോൾ കേബിൾ റൈറ്റ് സൈഡ് വരുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ പിന്നെ കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. ഈ ഭാഗം ബാക്ക് സൈഡ് ഇതുപോലെ നല്ല സ്ക്രാച്ച് ഉണ്ടാവും. അപ്പോൾ തിരിച്ച് സെറ്റ് ചെയ്യാതെ ഇളക്കുമ്പോൾ അത് മറന്നു പോയാലും ഈ ബാക്ക് സൈഡ് നല്ല സ്ക്രാച്ച് ഉണ്ടാവും ബോഡിയിൽ. ഫ്രണ്ട് സൈഡിൽ അത്രയും സ്ക്രാച്ച് ഉണ്ടാവില്ല. അപ്പോൾ അത് മാത്രം നോക്കിയാലും മതിയാവും. ഈ ബെയറിങ് കംപ്ലീറ്റ് പൊട്ടിയിരിക്കുകയാണ്. അതിനകത്ത് ബോൾ പുറത്തേക്ക് ഇളകി പോയില്ലെന്നേ ഉള്ളൂ, പക്ഷേ അത് പൊട്ടിയിരിക്കുകയാണ്. റിങ്ങൊക്കെ ഇളകി. അപ്പോൾ ഈ ബെയറിങ് പോയതുകൊണ്ടാണ് സൗണ്ട് വന്നത്. അപ്പോൾ ഈ ബെയറിങ് മാറ്റാം. അപ്പോൾ ഇത് ഇളക്കിയെടുക്കാനായിട്ട് 2 ടൈപ്പ് പുള്ളർ ഉപയോഗിക്കാം. ഈ ടൈപ്പ് പുള്ളർ പവർ ടൂൾ സർവീസിന് ഏറ്റവും അത്യാവശ്യമായൊരു പുള്ളറാണിത്. പവർ ടൂൾസിൻ്റെ സർവീസിന് ഈ പുള്ളറില്ലാതെ മിക്കവാറും ബെയറിംഗ് ഒന്നും ഇളക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ കാര്യം ചില കമ്പനിയിൽ ആർമേച്ചറിൻ്റെ ബെയറിങ്ങിൽ ഇവിടുത്തെ ഗ്യാപ്പൊക്കെ വളരെ കുറവായിരിക്കും. അതുപോലെ ഇവിടെയും ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ പുള്ളർ ഉണ്ടെങ്കിൽ മാത്രമേ ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഇതുപോലെ ഒരു പുള്ളർ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ചില ബെയറിങ്ങൊക്കെ ഇളക്കിയെടുക്കാൻ ഉപകാരപ്പെടും. അപ്പോൾ ഇത് ഓൺലൈനിൽ വാങ്ങിയതാണ്. അപ്പോൾ ഈ പുള്ളർ വെച്ച് ഈ ബെയറിങ് ഇളക്കിയെടുക്കാൻ പറ്റില്ല. കാര്യം ഇതിൻ്റെ ഇടയിൽ കയറാനുള്ള ഗ്യാപ്പില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തെല്ലാം നേരത്തെ കാണിച്ച പുള്ളർ വെച്ച് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. ഈ പുള്ളർ വെച്ച് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. വലിയ ടൈറ്റ് ഇല്ലായിരുന്നു. ഡിവാൾട്ട്, മക്കിത്ത, ബോഷിൻ്റെ 6-100 ഇതുപോലുള്ള മെഷീനിലെല്ലാം 607 നമ്പർ ബെയറിംഗ് ആണ് വരുന്നത്. ഈ ബാക്ക് സൈഡിൽ ആർമേച്ചറിൻ്റെ കമ്മ്യൂട്ടേറ്റർ സൈഡിൽ 607 നമ്പർ ബെയറിംഗ് ആണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ ബെയറിംഗ് ഇതിലേക്ക് ടൈറ്റ് ചെയ്യുന്നത് ഹാൻഡ് പ്രസ് ഉപയോഗിച്ചാണ് ടൈറ്റ് ചെയ്യുന്നത്. ഫ്ലാറ്റിൽ ഹോളിട്ട് വെച്ചിട്ടുണ്ട് ഇതിന് കണക്കായിട്ട്.
അപ്പോൾ അതിൽ വെച്ചിട്ട് ബെയറിംഗ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ച് ഇതിൽ സെറ്റ് ചെയ്യുമ്പോൾ ഇതിലിപ്പോൾ മുകളിലത്തെ ബെയറിംഗ് കംപ്ലൈൻ്റ് ഇല്ല, അതുകൊണ്ടാണ് സെറ്റ് ചെയ്യുന്നത്. താഴത്തെ ബെയറിംഗ് മാത്രമേ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇവിടെ വെട്ടുണ്ട്, ആ വെട്ടിൽ കറക്റ്റായിട്ട് ഇരിക്കുന്ന രീതിയിൽ വേണം വയ്ക്കാനായിട്ട്. അപ്പോൾ അത് വെച്ചതിന് ശേഷം സൈഡ് നോക്കാം. ഇതാണ് ബാക്ക് സൈഡ്, സ്ക്രാച്ചുള്ള സൈഡ്. ബാക്ക് സൈഡ് വരുന്ന രീതിയിൽ ഓപ്പോസിറ്റുള്ള സ്ക്രൂ ആദ്യം ടൈറ്റ് ചെയ്യണം. ഇനി കാർബൺ ഇതിനകത്ത് ഇടാനായിട്ട് ഇതുപോലെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ സ്പ്രിങ്ങാണ് കാർബൺ ഇതിൽ കറക്റ്റായിട്ട് മുട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സ്പ്രിങ്ങാണ്. ആ സ്പ്രിങ്ങിനെ പുറത്തേക്ക് ഇതുപോലെ മാറ്റി പിടിച്ച് കാർബണിനുള്ളിലേക്ക് ഇട്ടാൽ മതി. അതിനുശേഷം ഒരു നോസ് പ്ലയർ ഉപയോഗിച്ച് ഈ പിന്നിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, എങ്കിലും പിന്നെ കണക്ട് ചെയ്തുകൊണ്ടാണ് നല്ലത്. അതിൽ പിൻ ചെയ്ത് വയ്ക്കണം. കവർ അത് പഴയതുപോലെ തന്നെ അടയ്ക്കാം. മറു സൈഡും ഇതുപോലെ തന്നെയാണ്. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, വേറെ സൗണ്ട് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെ പവർ ടൂൾസിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ AJ ഇലക്ട്രിക്സ് എന്നൊരു ചാനലിലൂടെ ഉണ്ട്, അതിൽ മോട്ടോർ വൈൻഡിങ്ങിൻ്റെ വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ മോട്ടോർ വൈൻഡിങ്ങിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ ആ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം.